ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ പോർച്ചുഗീസ് വൈസ്രോയ്മാരും പോർച്ചുഗീസുകാരുടെ പതനം എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പൊ നമ്മൾ കേരള ഹിസ്റ്ററി ഓർഡർ ആയിട്ട് ഇങ്ങനെ സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളൊരു 3 വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ 3 വീഡിയോസ് നല്ല രീതിയിൽ കണ്ടതിന് ശേഷം വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സ്റ്റോറി ബേസിലാണ് പഠിക്കുന്നത്. അപ്പൊ സ്റ്റോറിക്ക് സ്റ്റാർട്ടിങ് ഉണ്ടാവും, മിഡിൽ ഉണ്ടാവും, എൻഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എൻഡിന്റെ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പൊ ക്ലൈമാക്സിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ സ്റ്റാർട്ടിങ്ങും മിഡിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ? പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ കാര്യമാണ് പോർച്ചുഗീസ് വൈസ്രോയ്മാർ. അപ്പൊ പോർച്ചുഗീസിന് ഒരുപാട് വൈസ്രോയ് ഉണ്ട്. നമുക്ക് ഒരുപാട് വൈസ്രോയിനെ കുറിച്ചൊന്നും പഠിക്കാനില്ല. ആദ്യം പഠിക്കുന്ന വൈസ്രോയുടെ പേരാണ് വാസ്കോ ഡ ഗാമ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1498 1498 വാസ്കോ ഡ ഗാമ എവിടെ വന്നിട്ടുണ്ടായിരുന്നു? കോഴിക്കോട് കാപ്പാട് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചാണ്. അപ്പൊ വാസ്കോ ഡ ഗാമ വന്നപ്പോ വാസ്കോ ഡ ഗാമ 3 മാസം എന്ത് ചെയ്തു? ഇവിടെ ചെലവഴിച്ചു. എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? ഇവിടെ ചെലവഴിച്ച് ആദ്യം സാമൂതിരി അടുത്ത് പോയി. സാമൂതിരി എന്ത് പറഞ്ഞു? നോ പറഞ്ഞു. അപ്പൊ സാമൂതിരി ഇല്ലെങ്കിൽ വേറൊരു തിരി, ഏത് തിരി? കോലത്തിരി. അപ്പൊ കോലത്തിരി എവിടെയാണ്? കണ്ണൂരുള്ള ആളാണ്. അപ്പൊ കണ്ണൂരുള്ള കോലത്തിരിനെ കണ്ടു. കോലത്തിരി എന്ത് പറഞ്ഞു? ഓക്കെ മോനെ, ഓക്കെ എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് സെറ്റ് ആക്കണ്ടേ? അതിന് എത്ര സമയം എടുത്ത്? 3 മാസം. ഓക്കെ, അങ്ങനെ 1502 അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് മടങ്ങിയെത്തി. എന്തിനാണ് 1502 അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്? ഒരു റിവഞ്ച് ആണ്. ഓക്കെ, എന്താ റിവഞ്ച് ഉള്ളത്? രണ്ടാമത്തെ അർമട എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ നടത്തുന്ന ആ യാത്രയെ വിളിക്കുന്ന പേരാണെന്ത്? അർമട. അതൊരു മിഷനാണ്. അവർ രണ്ടാമത്തെ അർമട ഇവിടെ വന്നപ്പോ അവരെ ആരാക്രമിച്ച്? അറബികൾ ആക്രമിച്ചു. എന്തിനാ അറബികൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്? അറബികൾക്കും പോർച്ചുഗീസുകാർക്കും ജഗടയാണ്. എപ്പോ തൊട്ട് ജഗടയാണ്? 1453 തൊട്ട് ജഗടയാണ്. എന്താണ് ഈ 1453 പ്രത്യേകത എന്താണുള്ളത്? ആക്ച്വലി അവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്തു? തകർന്നു. അപ്പൊ അന്ന് തൊട്ട് അവർ തമ്മിൽ എവിടെ കണ്ടാലും എന്താണ്? ജഗടയാണ്. അങ്ങനെ അവരിവിടെ കണ്ടത് എവിടെയാ? കേരളത്തിൽ. അവരെന്ത് ചെയ്തു? രണ്ടുപേരും കൂടെ അടിയായി. അവരെ റിവഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1502 അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തത്? കേരളത്തിലേക്ക് മടങ്ങിയത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി വീണ്ടും പറയണം. അപ്പൊ നോട്ട്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ അല്ലെ? അങ്ങനെ അദ്ദേഹം കേരളത്തിലേക്ക് വീണ്ടും മടങ്ങി. 1524 വീണ്ടും കേരളത്തിലേക്ക് വന്നു. ഈ സമയത്ത് അദ്ദേഹം വന്നത് പോർച്ചുഗീസ് വൈസ്രോയ് ആയിട്ടാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ വൈസ്രോയ് ആക്കിയത്? ഒരാളെ തട്ടണം. ആരെ തട്ടുന്നത്? സാമൂതിരിയാണ് തട്ടേണ്ടത്. ഇപ്പോൾ കേരളത്തിന്റെ അധികാരം കിട്ടണമെങ്കിൽ ആരെ തട്ടിയേ പറ്റുള്ളൂ? സാമൂതിരിയെ തട്ടിയേ പറ്റുള്ളൂ. പക്ഷെ സാമൂതിരിയെ തട്ടാൻ വേണ്ടി ഗാമ വന്നിട്ട് ഗാമ സ്വയം എന്ത് ചെയ്തു? തട്ടിപ്പോയി. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം 3 പ്രാവശ്യമാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. എപ്പോഴൊക്കെയാ? 1502, 1524, 1598, 1502, 1524. അങ്ങനെ 1524 ഡിസംബർ 24 അദ്ദേഹം കൊച്ചിയിൽ വെച്ച് എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഒക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് മൃതദേഹം എന്ത് ചെയ്യണം? സംസ്കരിക്കണം. അത് സംസ്കരിക്കാൻ വേണ്ടി ആദ്യം സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. ഈ കാണുന്നതാണ് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി എന്ന് പറയുന്നത്. ഇതൊരു പോർച്ചുഗീസ് ശൈലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയാണ്. ഓക്കെ, രണ്ടാമത്, എന്തൊക്കെ പറഞ്ഞാലും ഗാമ എവിടെയുള്ള ആളാ? പോർച്ചുഗീസിലുള്ള ആളല്ലേ. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് ഗാമയെ അവിടെ പോയി ഒന്ന് സംസ്കരിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ ആഗ്രഹം ഒരു വലിയ തെറ്റൊന്നും അല്ലല്ലോ. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം ലിസ്ബണിലെ ജെറോമിനസ് കത്തീഡ്രലിലേക്ക് മാറ്റി. ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് അന്ത്യനിദ്ര കൊള്ളുന്നത്? ലിസ്ബണിലെ ജെറോമിനസ് കത്തീഡ്രലിൽ. ആദ്യം അദ്ദേഹത്തെ എവിടെയാ കുഴിച്ചിട്ടത്? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ. ഇത്രയും കാര്യമൊക്കെയാണല്ലോ. ഇതാണ് ജെറോണിമസ് കത്തീഡ്രൽ. ഇവിടെയാണ് ഗാമ ഇപ്പോൾ അന്ത്യനിദ്ര കൊള്ളുന്നത്. ഇത്രയും കാര്യമൊക്കെയാണോ? അതെ. ഓക്കെ, അപ്പൊ വാസ്കോ ഡ ഗാമയുടെ പേരിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഉള്ളത് ഗോവയിലാണ്. ഓ, ഫൈൻ. അപ്പൊ കിങ് മാനുവൽ രാജാവ് അദ്ദേഹത്തെ എന്ത് വിളിച്ചു? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അഡ്മിറൽ. എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു എന്താ പറയാ പവർ ഉണ്ടെങ്കിൽ അതാരാണ്? വാസ്കോ ഡ ഗാമയാണ് എന്ന് അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ വാസ്കോ ഡ ഗാമ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ലല്ലോ. ഒരു ക്രൂ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ക്രൂവില് വാസ്കോ ഡ ഗാമയെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയുടെ പേരാണ് അൽവാരോ വെൽഹോ. അപ്പൊ അൽവാരോ വെൽഹോ എന്ന് പറയുന്ന വ്യക്തി വാസ്കോ ഡ ഗാമ എന്ത് ഉണ്ടായിരുന്നു? ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹായത്തോടെയാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ വന്ന് കാര്യങ്ങളെല്ലാം സന്ദർശിച്ച് എല്ലാം ഓക്കെ ആക്കി. ഓക്കെ, അപ്പോ പി വൈക്കും
വാസ്കോഡ ഗാമയുടെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിനും ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണം അവസാനിച്ചതിനും എത്ര വർഷങ്ങളുടെ ഇടവേളയുണ്ട്? ഓക്കെ, അപ്പോ ഓക്കെ, വാസ്കോഡ ഗാമയുടെ ആദ്യ ഇന്ത്യ സന്ദർശനം നടന്നത് 1498 ഓക്കെ അല്ലെ. പോർച്ചുഗീസുകാര് ഇവിടെ ഗോവയിൽ നിന്ന് അവർ പോയത് 1961 രണ്ടും കൂടിയുള്ള ഡിഫറൻസ് എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയാൻ പോകുന്നതാണ് 463 വർഷം. ഓക്കെ, വാസ്കോഡ ഗാമ രണ്ടാമതും ഇന്ത്യ സന്ദർശിച്ചത് എപ്പോഴാണ്? ഒന്നാമത് എപ്പോഴാണ് വന്നത്? 1498. രണ്ടാമത് എപ്പോഴാണ് വന്നത്? 1502 ഓക്കെ അല്ലെ, 1502. മൂന്നാമത് എപ്പോഴാണ് വന്നത്? 1524 ഓക്കെ അല്ലെ. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസുകാരുടെ പേരെന്താ? പെഡ്രോ അൽവാരിസ് കബ്രാൾ. ഓക്കെ, എപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്? 1500 എത്തിയിട്ടുണ്ടായിരുന്നത്. വാസ്കോഡ ഗാമ മൂന്നാം തവണ ഇന്ത്യ സന്ദർശിച്ചത് എപ്പോഴാണ്? അപ്പൊ ലാസ്റ്റ് തവണ എപ്പോഴാ? 1524. കേരളത്തിലെ ഏത് പള്ളിയിലാണ് വാസ്കോഡ ഗാമയെ അടക്കം ചെയ്തിരിക്കുന്നത്? പള്ളിയുടെ പേരെന്താ? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി. ഇപ്പോൾ അദ്ദേഹം എവിടെയുള്ളത്? ജെറോണിമസ് കത്തീഡ്രൽ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ വൈസ്രോയെ പഠിച്ചു, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? വാസ്കോഡ ഗാമ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു വൈസ്രോയാണ്. വൈസ്രോയുടെ പേരെന്താ? ഫ്രാൻസിസ്കോ ഡി അൽമഡ. 1505 മുതൽ 1505 മുതൽ 1509 വരെ, 1509 വരെ എന്തായിരുന്നു? വൈസ്രോയ. ഇദ്ദേഹമായിരുന്നു ആദ്യത്തെ വൈസ്രോയ്. സഭ ആദ്യത്തെ വൈസ്രോയിനെ ആദ്യം പഠിപ്പിക്കേണ്ട എന്തിനാ വാസ്കോഡ ഗാമയെ പഠിപ്പിച്ചത്? വാസ്കോഡ ഗാമ അത്ര ഇമ്പോർട്ടന്റ് അല്ലേ? ഓക്കെ അല്ലേ, അതുകൊണ്ട് വാസ്കോഡ ഗാമ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം പഠിച്ചു. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഉള്ളതല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് തന്നെ, പക്ഷേ നമ്മൾ കഥയിൽ ആദ്യത്തെ ആള് വാസ്കോഡ ഗാമ ആയതുകൊണ്ട് ആദ്യം വാസ്കോഡ ഗാമയെ പഠിച്ചു. ഇനി നമുക്ക് ഓർഡറിൽ പ്രധാനപ്പെട്ട ആൾ എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പൊ ഇവിടുത്തെ ആളെന്താ? ഫ്രാൻസിസ്കോ ഡി അൽമഡ. ഓക്കെ, ഈ അൽമഡയാണ് ആദ്യത്തെ വൈസ്രോയ്. ആരുടെ? പോർച്ചുഗീസുകാരുടെ വൈസ്രോയ്. എവിടത്തെ വൈസ്രോയ് എന്ന് വെച്ചാൽ എന്താ സാർ? ഇന്ത്യയിലെ അല്ല, കിഴക്കൻ ഇന്ത്യയിലെ. കിഴക്കൻ ഇന്ത്യ എന്ന് വെച്ചാൽ എന്താ? ഈസ്റ്റ് ഇന്ത്യ. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എവിടെയാണോ ഇരിക്കുന്നത് നിങ്ങളോട് എന്റെ ക്വസ്റ്റ്യൻ, ഈസ്റ്റ് ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ്? എന്തിന്റെ കിഴക്കാണ്? ഓക്കെ, എന്തിന്റെ കിഴക്ക? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്കാണ്. അങ്ങനെയാണെങ്കിൽ യൂറോപ്യന്മാർക്ക് വേണ്ടത് കേരളവും ഇന്ത്യയും മാത്രമാണോ? അല്ല, അവർക്ക് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാ? ഒന്ന് എന്താണ്? ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ, ശ്രീലങ്ക, ഇതെല്ലാവർക്കും എന്ത് ചെയ്യണം? വേണം. ഇവിടെ നിന്നല്ല അവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട സാധനത്തിന്റെ പേരെന്താ? സ്പൈസസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു ഹെഡിനെ വെക്കണം. ആ ഹെഡിന്റെ പേരാണ് വൈസ്രോയ്. എവിടത്തെ വൈസ്രോയാ? ഈസ്റ്റ് ഇന്ത്യയിലെ വൈസ്രോയ്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ആണ് ഫ്രാൻസിസ്കോ ഡി അൽമഡ. വൈസ്രോയ് ആയ വർഷം എപ്പോഴാ? 1502. രണ്ട് പണിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമഡയ്ക്ക് ഉള്ളത്. ഒന്നാമത്തെ പണി എന്താ? പോർച്ചുഗീസുകാരുടെ സ്വാധീനം ഏകീകരിക്കുക. എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുക? ഏറ്റവും വലിയ പവർ ആക്കിയിട്ട് മാറ്റുക. യൂറോപ്പിലെ ഏറ്റവും വലിയ പവർ ആരായിരിക്കണം? പോർച്ചുഗീസുകാർ ആയിരിക്കണം. ഒന്നാമത്തെ ദൗത്യം ആരുടെ? ഫ്രാൻസിസ്കോ ഡി അൽമഡയുടെ. ഓക്കെ അല്ലെ. രണ്ടാമത്തെ ദൗത്യം മുസ്ലിം വ്യാപാരം ചെയ്യുക, നശിപ്പിക്കുക. അപ്പൊ എന്റെ ചോദ്യം, അറബികളും പോർച്ചുഗീസുകാർ തമ്മിൽ ജഗടയാണ്. ഓക്കെ അല്ലെ. അപ്പൊ ഈ ജഗടയായിട്ടുള്ള അറബികളെ ഒരുമിച്ച് നിർത്തണ, അതോ അവരെ അങ്ങോട്ട് ഇല്ലാതാക്കിയിട്ട് മൊത്തം വ്യാപാരം കയ്യിൽ വരുത്തണം? മൊത്തം വ്യാപാരം കയ്യിൽ വരുത്തണം. അപ്പൊ സിറ്റുവേഷൻ മനസ്സിലായില്ലേ? മനസ്സിലായി. ഫ്രാൻസിസ്കോ ഡി അൽമഡയുടെ രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, പോർച്ചുഗീസ് സ്വാധീനം ഏകീകരിക്കുക. രണ്ടാമത്തെ, മുസ്ലിം വ്യാപാരം നശിപ്പിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടി? ദൗത്യം കിട്ടി. ഇനി എന്ത് വേണം? ഇത് എങ്ങനെയാണ് ചെയ്യാൻ അറിയണം. അതിനുവേണ്ടി പുള്ളി കൊണ്ടുവന്ന ഒരു പോളിസിയുടെ പേരാണ് നീലജല നയം, അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയും, ആ ഒറ്റ സെന്റൻസിൽ പറയും. ആ സെന്റൻസിന്റെ പേരെന്താ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസുകാർ എന്താക്കുക? ഏറ്റവും വലിയ ശക്തരാക്കുക. അപ്പൊ എന്റെ ചോദ്യം, അവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തരായ പോർച്ചുഗീസുകാരെ മാറ്റുക എന്നതാണോ നീലജല നയത്തിന്റെ ലക്ഷ്യം? അല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ശക്തികളാക്കുക എന്നാണ് എന്ത് ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്തൊക്കെ വേണം? പറഞ്ഞോ, ഫിലിപ്പീൻസ്, എന്താ, ഇന്തോനേഷ്യ, മലേഷ്യ എല്ലാം വേണം. അതിന് കാരണം എന്താ? ഇവിടെ നിന്നെല്ലാം അവർക്ക് എന്ത് കിട്ടും?
സ്പൈസസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ പോളിസിയുടെ പേരെന്താ? നീല ജല നയം. ഇത്രയും കാര്യമൊക്കെയാണോ? ആണ്. കൊണ്ടുവന്ന ആളുടെ പേരെന്താ? ഫ്രാൻസിസ്കോ ഡി ആൽമഡ. ഈ നീല ജലനയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സിസ്റ്റത്തിന്റെ പേരാണ് കാർട്ടസ് സിസ്റ്റം. അപ്പൊ കാർട്ടസ് സിസ്റ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഓക്കെ അല്ലെ, ഒരു ലൈസൻസ് വേണം, അല്ലെങ്കിൽ ഒരു പാസ് വേണം. ഓക്കെ, അത് പോർച്ചുഗീസ് സാമ്രാജ്യം നൽകിയ ഒരു പാസ് ആണ്. ഇത് മൊത്തം എന്റെ ഏരിയ ആണ്. ഇപ്പൊ നമ്മുടെ ഏരിയയിൽ പുതിയൊരാൾ വരികയാണെങ്കിൽ നമ്മളോട് ചോദിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അവരെ അടിച്ച് ഓടിക്കില്ലേ? ഓക്കെ, ഇത് എന്റെ ഏരിയ ആണെന്ന് പറയില്ലേ? സെയിം ലോജിക്. അപ്പോ ഈ പോർച്ചുഗീസുകാരുടെ ഏരിയ എന്താ? ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ ആരുടെ ഏരിയ ആണ്? പോർച്ചുഗീസുകാരുടെ ഏരിയ ആണ്. അവിടേക്ക് വേറൊരു യൂറോപ്യനും പ്രത്യേകിച്ച് അറബികൾ എന്ത് ചെയ്യണ്ട, വരേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പാസ് വാങ്ങുക. പാസിന്റെ പേരാണ് കാർട്ടസ് പാസ്. അതൊരു വ്യാപാര ലൈസൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പാസ് ആണ്. ഈ പാസ് ഇല്ലെങ്കിൽ നിങ്ങൾ എവിടേക്ക് കേട്ടില്ല? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കേട്ടില്ല. ഇതാണ് നീല ജലനയത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഓക്കെ, അപ്പൊ ഈ കാർട്ടസ് എന്ന് വെച്ചാൽ എന്താണ് സാർ? എന്താണ് ഉദ്ദേശിക്കുന്നത് സാർ? അക്ഷരങ്ങൾ എന്ന അർത്ഥം വരുന്ന ഒരു പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് എന്തിരിക്കുന്നത്? കാർട്ടസ് എന്ന വാക്ക് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ? ഇത്രയും ഓക്കെ ആണോ? അപ്പൊ കാർട്ടസിന്റെ അർത്ഥം എന്താ? അക്ഷരങ്ങൾ. അപ്പൊ ഇതെന്താ? ഒരു പാസ് ആണ്. പാസിൽ എന്തുണ്ടാവും? നമ്പർ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ടോൾ ഗേറ്റിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ 1 2 3, ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ 1 2 3 അങ്ങനെ നമ്പർ ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങളുടെ നമ്പറാണ് 15. അപ്പൊ എത്രാമത്തെ പ്രാവശ്യം നിങ്ങൾ പോകേണ്ടത്? 15ാമത്തെ ആളായിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ എത്ര പേരുണ്ട്? 14 പേരുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അറിയാ? ആ പാസിലൂടെയാണ് അറിയാ. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കയറണമെങ്കിൽ എന്ത് വേണം? പാസ് വേണം. പാസിന്റെ പേരെന്താ? കാർട്ടസ് പാസ്. എന്തിന്റെ ഭാഗമായിട്ടാ വന്നത്? നീല ജലനയത്തിന്റെ. ഓക്കെ അല്ലെ? ആരായത് കൊണ്ടുവന്നത്? ഫ്രാൻസിസ്കോ ഡി ആൽമഡ. ഇത്രയും കാര്യം ഓക്കെ അല്ലെ? ഈ കാർട്ടസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അക്ഷരങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫ്രാൻസിസ്കോ ഡി ആൽമഡയ്ക്ക് ഇന്ത്യയിൽ ഒരു പ്രാദേശിക സാമ്രാജ്യം എന്ത് ചെയ്യണ്ട? ഉണ്ടാക്കണ്ട. സാർ അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യയെ കീഴ്പ്പെടുത്തണ്ട. സാർ ഇതെന്താ ഈ പറയണത്? യൂറോപ്യന്മാർക്ക് ഇന്ത്യ വേണ്ടെന്നാ? അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. പുള്ളിക്ക് വേണ്ടത് ഇന്ത്യ അല്ല, പുള്ളിക്ക് വേണ്ട എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഈ ക്ലാസ്സിൽ ഇത്ര നേരമായിട്ട് ഞാൻ 100 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ടാവും അവർക്ക് വേണ്ട എന്താ? ആ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള എല്ലാ സ്ഥലങ്ങളുമാണ്. അവിടുന്ന് എന്ത് കിട്ടും? സ്പൈസസ് കിട്ടും. ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പൈസസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യില്ല? ഇന്ത്യ കീഴ്പ്പെടുത്താൻ പോകണ്ട എന്നാണ് ആര് പറയുക? ഫ്രാൻസിസ്കോ ഡി ആൽമഡ പറയുക. നമുക്ക് എവിടെ മതി? നമുക്ക് കടലിൽ ആധിപത്യം മതി. എന്നിട്ട് എന്ത് ചെയ്യണം? വാണിജ്യം, ട്രേഡ്. എന്തിന്റെ ട്രേഡ്? നമ്മുടെ സ്പൈസസിന്റെ ട്രേഡ് ആരുടെ കയ്യിലായിരിക്കണം? പോർച്ചുഗീസുകാരുടെ കയ്യിലായിരിക്കണം. അല്ലാതെ ഇന്ത്യ പോയിട്ട് ഇപ്പൊ ഇന്ത്യയിലെ ഓരോ രാജാക്കന്മാരോടും പോയി യുദ്ധം നടത്താനോ അങ്ങനെയുള്ള സിറ്റുവേഷൻ നോക്കാനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നോക്കുന്നില്ല. നമുക്കിപ്പോ എന്ത് മതി? നമ്മുടെ കയ്യിൽ ഒരു സാധനമുണ്ട്. സാധനം എന്താ? കേരളം. ആ സ്ഥലം നമുക്കിപ്പോ തൽക്കാലത്തേക്ക് മതി. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്പൈസസ് എവിടെ കിട്ടും? കേരളത്തിൽ കിട്ടും. അങ്ങനെ ബാക്കി സ്ഥലം എവിടെയാ ഉള്ളത്? ഇന്ത്യൻ ഓഷ്യന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ. അവിടെ എന്ത് വേണം? അവിടെ നമുക്ക് വേണം എന്ത്? അധികാരം. ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ആര്? ഫ്രാൻസിസ്കോ ഡി ആൽമഡ. ഇത്രയും കാര്യം ഓക്കെ ആയ? ഇത്രയും കാര്യം ഓക്കെ ആയി. ഓക്കെ, അപ്പൊ ഫ്രാൻസിസ്കോ ഡി ആൽമഡ പറഞ്ഞ കാര്യം എന്താ? കടലിൽ ആധിപത്യം മതി, കരയിൽ വേണോ? വേണ്ട. ഓക്കെ, അപ്പൊ വാണിജ്യ ഇടപാടുകൾ മാത്രം നടത്തിയാൽ മതിയോ? മതി. ഇവിടെ കീഴ്പ്പെടുത്താൻ പോണ? വേണ്ട. ഇങ്ങനെ പോർച്ചുഗീസുകാർ കുറെ കാലം പറയും. നിങ്ങൾ നോക്കുന്ന ഊഹിക്കുന്നുണ്ടാ? ഇല്ല. ഇനി വരാൻ പോകുന്ന ആൾ ഇത് മാറ്റില്ലേ? മാറ്റും. അവർക്ക് ഇന്ത്യ വേണ്ടി വരും. ഓക്കെ അല്ലെ? അവർക്ക് കേരളം പിടിച്ചെടുക്കണ്ടേ? അവർക്ക് കേരളം പിടിച്ചെടുക്കേണ്ടി വേണ്ടി വരും. ഓക്കെ, അത് ഇനി വരുന്ന വൈസ്രോയ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ പഠിക്കുന്ന ആരാ? 1ാമത്തെ വൈസ്രോയ്. ഓക്കെ, രണ്ടല്ലേ? അതെ. അപ്പൊ പുള്ളിയുടെ ഐഡിയ എന്താ? കരയിൽ നമുക്ക് എന്ത് ചെയ്യണ്ട? ഇപ്പോ കോട്ട പണിയണ്ട. കടലിൽ എന്താവാ? ശക്തരാവാ. നമ്മുടെ ശക്തി എവിടെയാണ്? കടലിലാണ്. നമ്മുടെ ശക്തി എവിടെയല്ല? കരയിലല്ല. ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. ഓക്കെ, അപ്പൊ പുള്ളി ചെയ്ത കാര്യങ്ങൾ ഏതൻ, ഓർമൂസ്, മലാക്ക ഓക്കെ എന്നിവിടങ്ങൾ ഈ ഫ്രാൻസിസ്കോ ഡി ആൽമഡ എന്ത് ചെയ്തു? കീഴടക്കി. ഓക്കെ, ഇതാണ് ഏഡൻ, ഓർമൂസ്, മലാക്ക. ഇത് നന്നായിട്ട് ഈ ചിത്രം നോക്കിക്കോ. ഓക്കെ അല്ലെ? ഞാൻ ഈ സാധനം ഒന്ന് പറയട്ടെ. നന്നായിട്ട് ചിത്രം നോക്കിക്കോ. ഇതല്ല ഇന്ത്യ.
ഓക്കെ. ഇന്ത്യയിൽ ഇവിടെ ഉള്ള ഈ രണ്ട് പൊട്ട് എന്തൊക്കെ ആക്ച്വലി ഓക്കെ അല്ലെ? ഇവിടെ എന്തുണ്ട്? കോഴിക്കോട് ഉണ്ട്. ഇവിടെ എന്തുണ്ട് ആക്ച്വലി? എന്താ പറയാ, കണ്ണൂർ ഭാഗമുണ്ട്. ഓക്കെ. ഇവിടെ ഇടയിൽ കൊല്ലം എഴുതിയിട്ടുണ്ട്, അത് വിട്ടേക്ക്. ഓക്കെ, ഫൈൻ അല്ലേ? അപ്പൊ ഈ രണ്ട് സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിലേക്ക് ആര് വരും? യൂറോപ്യന്മാര് വരും. ഇവിടെ ഒരു വഴി കണ്ട, ഓക്കെ അല്ലെ? ഈഡൻ, മെക്ക, ജെഡ എന്നൊക്കെ പറഞ്ഞ വഴി കണ്ട. ഈ വഴിയിലൂടെ വരുന്ന വഴിയാണ് റെഡ് സീ. ഓക്കെ അല്ലെ? എന്താ, ചെങ്കടൽ. ഈ വഴിയിലൂടെ ഒരു വ്യക്തി ഓൾറെഡി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹിപ്പാലസ് അല്ലെ? അതെ. ഈ വഴിയിലൂടെ ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ? പറ്റും. ഈ വഴിയിലൂടെ ഇന്ത്യക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റില് എന്തുണ്ട്? പോർച്ചുഗീസുകാർ നിൽക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യും? ഡിഷും ഡിഷും ഡിഷും. ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. കപ്പൽ എന്ത് ചെയ്തു? മുങ്ങി. ഓക്കെ. ഇനി അങ്ങനെ വരണ്ട, നമുക്ക് എന്ത് ചെയ്യാ? ഇവിടെ ഒരു വഴിയുണ്ട്. ഇങ്ങനെ പോയിട്ട് ഈ വഴിക്ക് എന്ത് ചെയ്യാ? വരാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇവിടെ നിന്ന് ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. കപ്പൽ എന്ത് ചെയ്തു? മുങ്ങി. ഓക്കെ. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് പോകണ്ട. എങ്ങോട്ട് പോവുക? ഇവിടെ കാണുന്ന, ഒരു സെക്കൻഡ്, ഓക്കെ അല്ലെ? ഇവിടെ കാണുന്ന എന്താ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ, ജാവ, സുമാത്ര തുടങ്ങിയ സ്ഥലം പിടിച്ചെടുക്കാം. ഇങ്ങോട്ട് പോകാം. ദാ കാണുന്നു അടുത്ത വട്ടം. അവിടെ നിന്ന് ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. അപ്പൊ മലാക്ക, ഓക്കെ, എന്താ, സ്ട്രൈറ്റ് ഓഫ് ഓർമൂഡ്, ഓക്കെ, അടുത്തത് എന്താ, ഏതൻസ്. ഇത്രയും സ്ഥലങ്ങൾ ആ പിടിച്ചടക്കി? ഫ്രാൻസിസ്കോ ഡി ആൽമഡ പിടിച്ചടക്കി. എന്നിട്ട് ഈ ഭാഗത്ത് മുഴുവൻ ആരെ നിർത്തി? ഒരു ഗവർണറെ നിർത്തി. അതാരായിരിക്കും? പോർച്ചുഗീസുകാരായിരിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ത് നടത്തും? മുസ്ലിം വ്യാപാരം ഇല്ലാതാക്കും. ഓക്കെ അല്ലെ? രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യും ആക്ച്വലി? ഓക്കെ, അതിലൂടെ ഏതെങ്കിലും യൂറോപ്യന്മാർ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും? പുറത്താക്കും. ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യും? നമ്മുടെ പോർച്ചുഗീസുകാർ ചെയ്യും. അതിനുവേണ്ടി ഈ പുള്ളി കൊണ്ടുവന്ന പരിപാടിയുടെ പേരെന്താ? നീല ജലനയം. അപ്പൊ ജലത്തിലൂടെ വരുന്ന ആളുകളെ തടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ആണ്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ നയം അനുസരിച്ച് ഇന്ത്യയുമായി വ്യാപാരം നടത്തണമെങ്കിൽ എന്ത് വേണം? ഒരു പാസ് വേണം. പാസിന്റെ പേരെന്താ? താർട്ടസ് പാസ്. അതിന് വലിയ വില നൽകേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്താണ്, തുക പോരാ, എന്ത് ചെയ്യണം? വലിയൊരു വില കൊടുക്കണം. വില കൊടുത്താൽ മാത്രം മതിയോ? ഇല്ല. ആ പാസിൽ കപ്പലിന്റെ അളവുണ്ടാവും, ക്യാപ്റ്റന്റെയും തൊഴിലാളികളുടെയും പേരുണ്ടാവും, മറ്റു വിവരങ്ങൾ ഉണ്ടാവും, ചരക്കിന്റെ വിശദാംശങ്ങൾ ഉണ്ടാവും, എവിടേക്കാണ് കപ്പൽ പോകുന്നത്, ലക്ഷ്യസ്ഥാന തുറമുഖം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ക്യാപ്റ്റന്റെയും തൊഴിലാളികളുടെയും എണ്ണം എഴുതിയിരിക്കുന്നത് 50. പക്ഷെ അതിൽ എന്തില്ല? ആളുകൾ കൂടുതലാണ്. അവരെന്ത് ചെയ്യും? തട്ടിക്കളയും. കപ്പലിന്റെ അളവ് എഴുതിയിരിക്കുന്നത് 500 ടൺ. അതിലുള്ള 800 ടൺ ഉണ്ട്. കപ്പൽ എന്ത് ചെയ്യും? മുക്കും. ഓക്കെ അല്ലെ? ചരക്കിന്റെ വിശദാംശങ്ങളിൽ സ്പൈസസ് കാണുന്നില്ല. പക്ഷെ അതിൽ എന്തുണ്ട്? സ്പൈസസ് ഉണ്ട്. കപ്പൽ എന്ത് ചെയ്യും? മുക്കും. ടാർട്ടസ് പാസേ ഇല്ല. അപ്പൊ കപ്പൽ എന്ത് ചെയ്യും? ഫുള്ളായി നശിപ്പിക്കും. എല്ലാവരെയും ഡിഷും 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 എന്ത് ചെയ്യും? വെടി വെച്ച് കൊല്ലും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇല്ല. എല്ലാ സ്ഥലവും നേരിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. കപ്പൽ എന്ത് ചെയ്തു? മുങ്ങി. ഓക്കെ. അപ്പോ ഈ വഴി ഓർമ്മയുണ്ടാ? ഇതാണ് വാസ്കോഡഗാമ വന്നിട്ടുണ്ടായിരുന്നത്. വാസ്കോഡഗാമ ലിസ്ബണിൽ തുടങ്ങി. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇങ്ങനെ വന്ന് ഇവിടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഉണ്ട്. അതിന്റെ പേരാണ് എന്താ? ശുഭദിശ മുനമ്പ്. അങ്ങനെ വന്ന് ഇവിടെ മലിന്തിയിലെത്തി. മലിന്തിയിൽ നിന്ന് എങ്ങോട്ട് വന്നു? കാലിക്കറ്റിലേക്ക് വന്നു. ഇതല്ലേ വാസ്കോഡഗാമ വന്നത്? ഇവിടെയുള്ള ഈ സ്ഥലത്തിന്റെ പേരാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇതല്ലേ ഇന്ത്യൻ മഹാസമുദ്രം. ഇങ്ങനെ ആരെങ്കിലും വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടെ ഒരു വഴിയുണ്ട്. ഓക്കെ. ഈ അറബികൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് വരാം. അപ്പൊ അറബികൾ വന്നാൽ ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. യൂറോപ്യന്മാരെ ഈ മെഡിറ്ററേനിയൻ സീ കടന്ന് ഈ റെഡ് സീയിലൂടെ വന്നാൽ ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. ഇനി പോയി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വന്നാൽ ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. ഇനി അതൊന്നും വേണ്ട, ഇവിടെ നിന്ന് ഇന്ത്യൻ ഓഷനിലേക്ക് പോയാൽ ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. ഇതാര് ഉറപ്പിച്ച്? നമ്മുടെ ഫ്രാൻസിസ്കോ ഡി ആൽമഡ ഉറപ്പിച്ചു. ഓക്കെ. ഇതാണ് ആര് ചെയ്തിരിക്കുന്നത്? ഫ്രാൻസിസ്കോ ഡി ആൽമഡ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പേരെന്താ? നീല ജലനയം. അപ്പൊ സ്ട്രൈറ്റ് ഓഫ് മലാക്ക. സ്ട്രൈറ്റ് ഓഫ് മലാക്ക ആരാ പിടിച്ചെടുത്തത്? ഫ്രാൻസിസ്കോ ഡി ആൽമഡ. ഇപ്പൊ പറ, ഈ സ്ട്രൈറ്റ് ഓഫ് മലാക്ക കൃത്യമായിട്ടുള്ള എന്താ? മലേഷ്യയുടെയും സിംഗപ്പൂരിന്റെയും ഒക്കെ ഇടയിലുള്ള സ്ഥലമാണ് എന്ത്? സ്ട്രൈറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. ഇതാണ് തായ്ലൻഡ്, ഇതാണ് എന്ത്? കംബോഡിയ. ഈ സ്ഥലങ്ങൾ, ഈ ഇന്തോനേഷ്യ, ഫിലിപ്പൈൻ, സിംഗപ്പൂർ, മലേഷ്യ, ഇതല്ലേ ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലങ്ങൾ ആർക്ക് ആവശ്യമുള്ളതാ? നമ്മുടെ പോർച്ചുഗീസുകാർക്ക് ആവശ്യമുള്ളതാ. എന്തുകൊണ്ട് ആവശ്യമുള്ളത്? സ്പൈസസ് വേണം. അപ്പോൾ അതിന് ഇപ്പോൾ അവർക്ക് ഇന്ത്യ പിടിച്ചെടുക്കണമാണോ ഇമ്പോർട്ടന്റ്, അതോ ഓക്കെ എന്താ ഈ സ്പൈസസ് ഉള്ള സ്ഥലങ്ങൾ അവരുടെ കയ്യിൽ വെക്കുന്നതാണോ ഇമ്പോർട്ടന്റ്? ഏതാ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആക്ച്വലി? ഈ സ്ഥലം പിടിച്ചെടുക്കലാണോ അതോ എന്താ
സ്പൈസസ് കയ്യിൽ വെക്കല, സ്പൈസസ് കയ്യിൽ വെക്കുന്നത്. അതിനു വേണ്ടി കൊണ്ടുവന്ന പരിപാടി എന്താ? നീലജല നയം. അപ്പൊ നമ്മുടെ ഫ്രാൻസിസ്കോ ഡി ആൽമേഡ എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ പോയി ഓരോ രാജാക്കന്മാരുടെ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം എന്നാണോ? അല്ല. ഓക്കെ, തൽക്കാലത്തേക്ക് സ്പൈസസ് കയ്യിൽ വരട്ടെ. ഓക്കെ അല്ലെ? പൊന്മുട്ടി ഇടുന്ന താറാവിനെ ഇപ്പൊ എന്ത് ചെയ്യരുത്? കൊല്ലാൻ വേണ്ടി നോക്കരുത്. ആ സ്പൈസസ് മൊത്തമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ വരണം. എന്നിട്ട് നമുക്ക് പോയി എന്തെങ്കിലും ചെയ്യാം എന്നാണ് ആര് പറഞ്ഞത്? ഫ്രാൻസിസ്കോ ഡി ആൽമേഡ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾക്ക് യുദ്ധം നടത്തേണ്ടത് ഒറ്റ ആളെ ഉള്ളൂ. അവരുടെ പേരെന്താ? സാമുദ്രി. അത് എവിടെയാ ഉള്ളത്? കോഴിക്കോട്. ബാക്കി ഒരാളെ എന്ത് ചെയ്യണ്ട? ടച്ച് ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ 1505 അദ്ദേഹം കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു. അപ്പൊ ഉടനെ നിങ്ങള് സാർ ഇയാളല്ലേ കോട്ട ഉണ്ടാക്കണ്ട പറഞ്ഞത്? എന്റെ മക്കളെ അങ്ങനെയല്ല. അതായത് കോട്ടകൾ നിരവധി ഉണ്ടാക്കുന്നതിന് പകരം കടലിൽ പോവാണ് പറഞ്ഞത്. കോട്ടയെ ഉണ്ടാക്കണ്ടെന്നൊന്നും ആര് പറഞ്ഞിട്ടില്ല? ഫ്രാൻസിസ്കോ ഡി ആൽമേഡ പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലെ? അപ്പൊ 1505 അദ്ദേഹം കണ്ണൂരിൽ ഒരു കോട്ട ഉണ്ടാക്കി. കോട്ട എന്താ? സെന്റ് ആഞ്ചലോ കോട്ടയാണ്. നിരത്തി കോട്ട ഉണ്ടാക്കുന്ന പരിപാടി ഒന്നും ആർക്കില്ല? ഫ്രാൻസിസ്കോ ഡി ആൽമേഡക്കില്ല. അദ്ദേഹത്തിന്റെ പരിപാടി മുഴുവൻ എവിടെയാണ്? ജലത്തിലാണ്. അതുകൊണ്ട് പോളിസിയുടെ പേരെന്താ? നീല ജലനയം. ഓക്കെ, അപ്പൊ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയുടെ പേരെന്താ? ഫ്രാൻസിസ്കോ ഡി ആൽമേഡ. നീല ജലനയം അവതരിപ്പിച്ചത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി ആൽമേഡ. ഓക്കെ അല്ലെ? കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി ആൽമേഡ. ഓക്കെ, അപ്പൊ ശരി എന്ത് ചെയ്യുക? ശരിയായ ഓപ്ഷൻ കണ്ടുപിടിക്കുക. അസേഷൻ. ഇന്ത്യൻ മഹാസമുദ്രം കീഴടക്കാൻ പോർച്ചുഗീസുകാരെ സഹായിച്ചത് അൽമഡയുടെ നീലജലനയമാണ്. ഈ കഴിഞ്ഞ 10-20 മിനിറ്റ് ആയിട്ട് ഞാൻ അതാണല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ആണ്. റീസൺ, പോർച്ചുഗീസ് സ്വാധീനം ഏകീകരിക്കാനും മുസ്ലിം വ്യാപാരം നശിപ്പിക്കാനുമുള്ള ദൗത്യമായിരുന്നു അത്. ഓക്കെ, അപ്പൊ അർമഡയ്ക്കല്ല, നമ്മുടെ ഫ്രാൻസിസ്കോ ഡി അൽമഡയ്ക്ക് എത്ര പണിയാണ് ഉണ്ടായിരുന്നത്? എത്ര മിഷനാണ് ഉണ്ടായിരുന്നത്? രണ്ടെണ്ണം. ഒന്നാമത്തെ എന്താ? പോർച്ചുഗീസ് സ്വാധീനം ഏകീകരിക്കുക. രണ്ടാമത്തെ എന്താ? മുസ്ലിം വ്യാപാരം നശിപ്പിക്കുക. അതിനുവേണ്ടി കൊണ്ടുവന്ന പരിപാടിയാണോ നീലജല നയം? അതെ. ഓക്കെ, അപ്പൊ രണ്ടും ശരിയാണോ? രണ്ടും ശരിയാണ്. രണ്ടും ശരിയാണെങ്കിൽ ഇനി നമ്മുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓപ്ഷൻ എ, ഒന്ന് ഓപ്ഷൻ ബി. ഓക്കെ, ഇവിടെ ഓപ്ഷൻ സിയില് ഏതെങ്കിലും ഒന്ന് തെറ്റാണ്. അതായത് ഒന്നിൽ 6 ശരിയല്ല, ഒന്നിൽ 7 ശരിയല്ല. ആ രണ്ട് ഓപ്ഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇനി നമ്മുടെ കയ്യിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഓപ്ഷൻ എ, ഒന്ന് ഓപ്ഷൻ ബി. ഓപ്ഷൻ എ ആണെങ്കിലും അതിൽ എയും ആറും ശരിയാണെന്നുണ്ട്. ഓപ്ഷൻ ബി ആണെങ്കിലും അതിൽ എയും ആറും ശരിയാണെന്നുണ്ട്. ഇനി നമുക്ക് ഒരേ ഒരു കാര്യമേ നോക്കാനുള്ളൂ. നോക്കേണ്ട കാര്യം എന്താ? ആറാണ് എയുടെ ശരിയായ വിസ്തീർണം, അല്ലെങ്കിൽ 6 എന്നത് എയുടെ ശരിയായ വിസ്തീർണം അല്ല. ഇങ്ങനത്തെ രണ്ട് കാര്യമുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്? വീണ്ടും നമുക്കൊന്നുകൂടി നോക്കാം. അസേഷൻ വായിക്കുക. ഇന്ത്യൻ മഹാസമുദ്രം കീഴടക്കാൻ പോർച്ചുഗീസുകാരെ സഹായിച്ചത് അൽമഡയുടെ നീലജല നയമാണ്. ഓക്കെ അല്ലെ? ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ മഹാസമുദ്രം പോർച്ചുഗീസുകാർ കീഴടക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്? വൈ? പോർച്ചുഗീസ് സ്വാധീനം ഏകീകരിക്കാനും മുസ്ലിം വ്യാപാരം എന്താണ്? നശിപ്പിക്കാനും. അപ്പൊ എയും ആറും ശരിയാണോ? അത്. ആറാണോ എയുടെ ശരിയായ വിസ്തീർണം? അതെ. അപ്പൊ ഓപ്ഷൻ എ ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇനി അടുത്ത ആളുടെ പേരാണ് അൽഫോൺസോ ഡി അബുൽക്കർക്ക്. ഓക്കെ അല്ലെ? അൽബുൽക്കർക്ക്. ഈ മനുഷ്യനാണ് എപ്പോ തൊട്ട് എപ്പോ വരെ ആയിരുന്നു? ഓക്കെ, 1509 മുതൽ 1509 മുതൽ 1515 വരെ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹമായിരുന്നു എന്ത്? നമ്മുടെ എന്താണ്? വൈസ്രോയ്. ഓക്കെ അല്ലെ? അപ്പൊ പോർച്ചുഗീസുകാരുടെ ഏറ്റവും മഹാനായ വൈസ്രോയ് എന്ന് വെച്ചാൽ ആരെയാ പറയാൻ പോണത്? അൽഫോൺസോ ഡി അബുൽക്കർക്കാണ് പറയാൻ പോണത്. എന്തുകൊണ്ടാണ് സാർ അൽഫോൺസോ ഡി അബുൽക്കർക്കാണ് അങ്ങനെ പറയുന്നത്? ആക്ച്വലി പോർച്ചുഗീസുകാർ വന്നത് 1498-ലാണ്. ഡച്ചുകാർ വരാൻ പോകുന്നത് 1602-ലായിരിക്കും. 1602-ലാണ് ആര് വരിക? ഡച്ചുകാർ വരിക. അപ്പൊ ഈ ഡച്ചുകാര് ഇത്രയും സമയം എടുത്ത് ഏകദേശം 100 വർഷമായില്ലേ? ഓക്കെ അല്ലെ? 100 വർഷം എടുത്തിട്ട് എന്ത് ചെയ്യണം? കേരളത്തിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പേര് പറയണം. അയാളുടെ പേരാണ് എന്ത്? അൽഫോൺസോ ഡി അബുൽക്കർക്ക്. അതെന്താ സാർ അൽമഡയ്ക്ക് അങ്ങനെ പറയാറുള്ളത്? അൽമഡയുടെ പ്രധാന ലക്ഷ്യം എവിടെയായിരുന്നു? കടലിൽ എന്ത് ചെയ്യുക? അധികാരം പിടിച്ചെടുക്കുക. അൽഫോൺസോ ഡി അബുൽക്കറിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സിമ്പിളായ കാര്യമാണ്. എന്താണ്? കടലും വേണം എനിക്ക്, കരയും വേണം എനിക്ക്, എല്ലാം വേണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? ആക്ച്വലി കടലിലും ഞാൻ തന്നെ കിങ്, കരയിലും ഞാൻ എന്ത് ചെയ്യും? എല്ലാവരുടെ നടന്ന് യുദ്ധം നടത്തും. ഒരു പ്രശ്നമില്ല. എനിക്ക് എന്ത് വേണം? എനിക്ക് വേണം കേരളം. ഓക്കെ അല്ലെ? അതിന് എന്ത് യുദ്ധം നടത്തണമെങ്കിൽ എന്താണ്? ഞാൻ റെഡിയാണ്. എനിക്ക് വേണം ഇന്ത്യ. അതിന് എന്ത് യുദ്ധം നടത്താൻ എന്താണ്? ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരെന്താ? അൽഫോൺസോ ഡി അബുൽക്കർ. ഞാനിവിടെ ഒറ്റയ്ക്ക് യുദ്ധം നടത്തുന്നത് എന്ത് ചെയ്യും? ഈ മൊത്തം കേരളവും ഇന്ത്യയും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുക്കും. ആർക്കും കൊടുക്കില്ല.
അതാരാ ബാക്കിയുള്ളവര്? ഫ്രഞ്ചുകാർക്ക് കൊടുക്കില്ല, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കില്ല, ഡച്ചുകാർക്ക് കൊടുക്കില്ല, ഒരാളും കൊടുക്കില്ല. അതെങ്ങനെയാ സാർ ഒരാളും കൊടുക്കാതിരിക്കുക? അവരെ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഒക്കെ ആലോ. അപ്പൊ ഇദ്ദേഹം രണ്ട് കാര്യം ചെയ്യാൻ പോണത്. ഒന്ന്, ബാക്കിയുള്ള യൂറോപ്യന്മാരെ തടുക്കും. രണ്ടാമത് എന്ത് ചെയ്യണം? ഇവിടെ പുള്ളി എന്ത് ചെയ്യും? അധികാരം സ്ഥാപിക്കും. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കിഴക്കുമായുള്ള വ്യാപാരം. കിഴക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഈസ്റ്റ് ആണല്ലോ. ഈ ഭാഗത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും? തീരുമാനിക്കും. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒന്നാമത്തെ പരിപാടി, തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? കോട്ടകൾ പണിയും. അപ്പൊ എന്റെ ചോദ്യം, ഇതിനു മുമ്പ് വന്ന അൽഫോൺസോ ഡി അൽബുക്കർക്കിന് മുമ്പ് വന്നിട്ടുള്ള ആരാ? അൽമഡക്ക്. ആ അൽമഡക്ക് കോട്ട ഉണ്ടാക്കുന്ന ആഗ്രഹം ഉണ്ടാ? ഇല്ല. അദ്ദേഹം കോട്ട ഉണ്ടാക്കുന്ന എതിരായിരുന്നോ? അതെ. ഓക്കെ അല്ലേ? അദ്ദേഹം ആകെ ഒരു പ്രധാനപ്പെട്ട കോട്ട ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കോട്ട ഉണ്ടാക്കുന്ന എതിരായിരുന്നു ആര്? അൽമഡ. അൽബുക്കർക്ക് എന്ത് പറഞ്ഞ്? അതെല്ലാം ഓൾഡ് ബുക്ക്, ഞാൻ പുതിയ ആള്, ഞാൻ എന്താണ്? ജെൻസി ആണ്. ഓക്കെ, അപ്പൊ ആരെനിക്ക് വേണ്ട? മില്ലേനിയനിൽ എനിക്ക് വേണ്ട. അതൊക്കെ തന്ത വൈബാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പോവാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യും? എല്ലാ സ്ഥലത്തും കോട്ടകൾ ഞാൻ നിർമ്മിക്കും. ആര് പറഞ്ഞു? അൽഫോൺസോ ഡി അബൂബക്കർ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം മനസ്സിലായ? മാറ്റം മനസ്സിലായി. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ കോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അദ്ദേഹം പോയത് എവിടേക്കാ? കൊച്ചിയിലേക്ക്. അപ്പൊ കൊച്ചിയിലെ ആള് അൽഫോൺസോ ഡി അബൂബക്കറിന്റെ എന്താണ്? ദോസ്താണ്. ഓക്കെ അല്ലേ? സാർ ഇത് എപ്പോഴാ പോയത്? ആദ്യ പര്യവേഷണ വേളയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സാർ ആദ്യ പര്യവേഷണ വേള എന്ന് പറഞ്ഞാൽ എപ്പോഴാ? 1503 ഇദ്ദേഹം വൈസ്രോയ് ആയതാണ് 1509. ഇദ്ദേഹം എവിടേക്ക് പോയി? കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? ഒരു കോട്ട ഉണ്ടാക്കാനുള്ള അനുമതി നേടി. ഓക്കെ അല്ലേ? ആ കോട്ടയുടെ പേരാണ് ഫോർട്ട് മാനുവൽ. മാനുവൽ കോട്ട എന്നാണ് എന്ത് ചെയ്യുക? അതിനെ വിളിക്കുക. ഇത്രയും കാര്യം ഒക്കെയാണോ? അതെ. അപ്പൊ പോർച്ചുഗീസുകാരെ ഇവിടെ സെറ്റിൽ ആക്കാൻ ആര് തീരുമാനിച്ചു? അൽഫോൺസോ ഡി അബൂബക്കർ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാരെ ഇവിടെ സെറ്റിൽ ആക്കാൻ വേണ്ടി അൽഫോൺസോ ഡി അബൂബക്കർ തീരുമാനിച്ചത്? വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഓക്കെ, അവരിവിടെ സെറ്റിൽ ആവണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. അവർ കല്യാണം കഴിക്കണമെങ്കിൽ ആരെ കല്യാണം കഴിക്കേണ്ടത്? ഇവിടെയുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുക. ഇവിടെയുള്ള സ്ത്രീകൾ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികൾ പകുതി പോർച്ചുഗീസും പകുതി ഇന്ത്യക്കാരും ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് പോർച്ചുഗീസുകാരോട് എന്ത് തോന്നും? ഒരു സ്നേഹം തോന്നും. കാരണം പോർച്ചുഗീസുകാർ എന്താ? അവരുടെ രീതിയിലാണ് അവരെ വളർത്തുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ പുള്ളി വിളിച്ച പേരാണ് മിക്സ്ഡ് കോളനി സിസ്റ്റം. പോർച്ചുഗീസുകാർ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ പോകുന്ന സ്ഥലമാണ് ഗോവ. ഗോവയിൽ പോയിട്ടുണ്ട് സാറേ? മനസ്സിൽ ലഡു പൊട്ടി. ഓക്കെ അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ കൾച്ചർ നോക്കുക. റെസ്റ്റ് ഓഫ് ഇന്ത്യ, ബാക്കിയുള്ള ആളുകളുടെ കൾച്ചർ നോക്കുക. അവിടെയുള്ള ആളുകളുടെ കൾച്ചർ ഏതുപോലെ ആയിരിക്കും? ഒരു യൂറോപ്യൻ സ്റ്റൈലിലായിരിക്കും. യൂറോപ്യൻ തന്നെ എവിടെയായിരിക്കും? ഒരു പോർച്ചുഗീസ് സ്റ്റൈലിലായിരിക്കും ഉണ്ടാവുക. അതിന് കാരണം എന്താ? അവിടെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിന്റെ പേരെന്താ? മിക്സ്ഡ് കോളനി സിസ്റ്റം. അവിടെ ആരും തമ്മിൽ കല്യാണം കഴിക്കും? പുരുഷന്മാരും തദ്ദേശീയ സ്ത്രീകളും തമ്മിൽ കല്യാണം കഴിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഒരു വലിയ സംഭവത്തിലേക്ക് നയിച്ചു. അതിന്റെ പേരാണ് സാംസ്കാരിക സ്വാംശീകരണം. എന്റെ അമ്മയെ കടിച്ചമുട്ടുന്ന വാക്കാണല്ലോ സാറേ. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്കാരുടെ സംസ്കാരത്തിൽ നിന്ന് മാറിയതിനു ശേഷം അവർ ഏത് സംസ്കാരത്തിലേക്ക് മാറും? ഒരു മിക്സ്ഡ് സംസ്കാരം. ഇന്തോ പോർച്ചുഗീസ് വംശം എന്ന് പറഞ്ഞൊരു വംശം ഉണ്ടാവും. അവിടെ ആരാണ് മുന്നിൽ നിൽക്കുക? പോർച്ചുഗീസുകാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയെ കോളനിവൽക്കരിക്കുകയാണെങ്കിൽ ഈ നിൽക്കുന്ന എല്ലാവരും എങ്ങനെയുള്ളവര്? ഈ മിശ്ര ഇന്ത്യക്കാർ ആരെ സഹായിക്കും? പോർച്ചുഗീസുകാരെ സഹായിക്കും. എന്താ ഐഡിയ? ഓക്കെ അല്ലേ? ബുദ്ധിയാണ് അച്ചോ ഇവന്റെ മെയിൻ. ഓക്കെ, അപ്പൊ യുദ്ധം നടത്താതെ തന്നെ എന്ത് ചെയ്യാവുന്നതാണ്? ഇന്ത്യയെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വഴിയാണ് മിക്സ്ഡ് കോളനി സിസ്റ്റം. ഇത്രയും കാര്യം ഒക്കെയാണോ? അതെ. ഓക്കെ സാർ, അപ്പൊ അൽഫോൺസോ ഡി അബൂബക്കർ യുദ്ധം നടത്തിയിട്ടില്ലേ? എന്റെ മക്കളെ, യുദ്ധം നടത്തിയിട്ടില്ല പറയുന്നത്. യുദ്ധം നടത്തുകയും ചെയ്യും, ഒപ്പം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഐഡിയ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടി പറ്റുള്ളൂ മൊത്തത്തില്. ഓക്കെ അല്ലെ? ഫൈൻ. പോർച്ചുഗീസ് മതനയങ്ങൾ വളരെ ക്രൂരമായിരുന്നു. നന്നായിട്ട് മനസ്സിലാക്കിക്കോ. ഇവർക്ക് മുസ്ലിങ്ങളെ കണ്ടാ പറ്റുമോ? മുസ്ലിങ്ങളെ കണ്ടാ പറ്റും. മുസ്ലിങ്ങൾ കണ്ട അപ്പം എന്ത് ചെയ്യും? അപ്പ വെടിവെച്ച് കൊല്ലും. ഓക്കെ, ആ മതനയം എന്തായിരുന്നു? വളരെ ക്രൂരമായിരുന്നു. ഓക്കെ, 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ഇത് എങ്ങനെയാ പിടിച്ചെടുത്തത്? ആരുടെ സഹായത്തോടെ പിടിച്ചെടുത്തത്? ഓർമ്മയുണ്ടാ? ഓക്കെ അല്ലെ? വിജയനഗര സാമ്രാജ്യത്തിന്റെ സഹായത്തോടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്? പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്താ സാർ ഇത്ര വലിയ ഇമ്പോർട്ടന്റ്? വീണ്ടും പറയേണ്ട കാര്യം എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചാണല്ലോ. അതായത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്തിന് ശേഷം ഒരു യൂറോപ്യൻ
ഇന്ത്യയിലെ ഒരു പ്രദേശം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളിയുടെ പേരാണ് അൽഫോൺസോ ഡി അബൂക്കർ. അലക്സാണ്ടർ ചക്രവർത്തിയാ? അതെ, അലക്സാണ്ടർ ചക്രവർത്തി എപ്പോഴാണോ BC-യിലൊക്കെ ഉള്ള ആളല്ലേ, വളരെ പഴയ ആളല്ലേ? അതെ, അദ്ദേഹത്തിന് ശേഷം ആരെങ്കിലും ഒരാള് ഇന്ത്യയിലെ ഒരു സ്ഥലം പിടിച്ചെടുത്ത് അത് ഭരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് എന്ത്? അൽഫോൺസോ ഡി അബൂക്കർ. ഈ പുള്ളി ഒരു ചെറിയ പുള്ളിയല്ല, ഓക്കെ അല്ലേ? താത്തോലി ഒരു ചെറിയ മീനല്ല, രണ്ടാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട വലിയ സംഭവമാണ് സതി എന്ത് ചെയ്തു? നിർത്തലാക്കി. സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് ആണ്. ഞാൻ സമ്മതിച്ചു മക്കളെ, ഓക്കെ. ഇന്ത്യ മുഴുവൻ സതി നിർത്തലാക്കിയത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. പക്ഷെ അദ്ദേഹം അദ്ദേഹം ഭരിച്ചിരുന്ന സ്ഥലത്ത് എവിടെയാണ്? ഗോവയില്. എപ്പോ? 1515 എന്ത് നടത്തി? സതി നിർത്തലാക്കി. ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. അപ്പൊ ഏത് പോർച്ചുഗീസ് വൈസ്രോയുടെ കീഴിലാണ് ഗോവ പിടിച്ചടക്കിയത്? ആരാണ് വൈസ്രോയ്? അൽഫോൺസോ ഡി അബൂക്കർ. ഏത് ഭരണാധികാരിയിൽ നിന്നാണ് അബൂക്കർ ഗോവ പിടിച്ചെടുത്തത്? ആരാണ്? ബീജാപ്പൂർ സുൽത്താൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭരണാധികാരിയുടെ പേരാണ് നീനോ ഡാ കുൻഹ. ഓക്കെ അല്ലേ? അപ്പോ ഈ കുൻഹ എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോണത്? വളരെ സിമ്പിൾ ആണ്. 1529 നവംബറിൽ ഈ നീനോ ഡാ കുൻഹ എന്തായിട്ട് മാറും? ഇന്ത്യയിലെ പോർച്ചുഗീസ് ഗവർണറായിട്ട് മാറും. വന്ന ഉടനെ 1530 പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഗോവയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതാണ് പുള്ളി ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പണി. പോർച്ചുഗീസ് ആസ്ഥാനം എവിടെ നിന്ന് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു? കൊച്ചിയിൽ നിന്ന് എങ്ങോട്ടാക്കി? ഗോവയിലേക്ക് ആക്കി. ഓക്കെ അല്ലേ? അപ്പൊ മുഗൾ ചക്രവർത്തിയായിട്ട് ഹുമയൂണുമായി യുദ്ധം. ആര്? പോർച്ചുഗീസുകാരാ? അല്ല, ഗുജറാത്തിലെ ബഹദൂർ ഷാ മുഗൾ ചക്രവർത്തിയുമായിട്ടുള്ള ഹുമയൂണുമായിട്ട് യുദ്ധത്തിലാണ്. അതുകൊണ്ട് നമുക്കെന്താ സർ? പോർച്ചുഗീസുകാര് ബഹദൂർ ഷാ എന്ത് ചെയ്തു? സഹായിച്ചു. അങ്ങനെ 1534 ബൈസിൻ ദ്വീപും അതിന്റെ ആശ്രിതരും എന്ന് വെച്ചാൽ ബൈസിൻ ദ്വീപും മറ്റു കാര്യങ്ങളും ആർക്ക് കിട്ടി? നമ്മുടെ പോർച്ചുഗീസുകാർക്ക് കിട്ടി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? 1534 ഇതെന്ത് കിട്ടുന്നത്? ഇവർക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ദ്വീപും ആർക്ക് കിട്ടി? നമ്മുടെ പോർച്ചുഗീസുകാർക്ക് കിട്ടി. എപ്പോ? 1534 ആരുടെ സമയത്ത്? നീനോ ഡി കുൻഹയുടെ സമയത്ത്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ദിയു എന്ന് വെച്ചാൽ എന്താ? ഒരു കേന്ദ്ര പ്രദേശമുള്ള നമുക്ക് ദാമനാം ദിയു. അതെ, ഓക്കെ. അപ്പൊ അത്രയും കിട്ടിയപ്പോ നീനോ ഡി കുൻഹയ്ക്ക് ഒരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? സിമ്പിളായ കാര്യമാണ്. എനിക്ക് എന്ത് വേണം? ബംഗാള് വേണം. അപ്പൊ ബംഗാളില് അദ്ദേഹം ഹുഗ്ലി എന്ത് ചെയ്തു? അവിടെ പിടിച്ചെടുത്ത് ഹുഗ്ലി നഗരത്തിൽ എന്ത് ചെയ്തു? ആക്ച്വലി പോർച്ചുഗീസുകാരെ കൊണ്ടുപോയി പാർപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ കാര്യം നടന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചരിത്രം. ആര് വന്നു? ഡച്ചുകാർ വന്നു, പിന്നാര് വന്നു? ബ്രിട്ടീഷുകാർ വന്നു, പിന്നാര് വന്നു? ഫ്രഞ്ചുകാർ വന്നു. പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? തിരിച്ചു പോവേണ്ടി വന്നു. ഓക്കെ അല്ലേ? മാച്ച് ദ ഫോളോയിങ്. ചാലിയം കോട്ട. പട്ടുമരക്കാരാണോ ചാലിയം കോട്ട തകർത്തത്? അതെ. ഫോർട്ട് മാനുവൽ. അബൂൽക്കർക്കാണോ ഫോർട്ട് മാനുവൽ ഉണ്ടാക്കിയത്? അതെ. പുതുപ്പണം കോട്ട ഉണ്ടാക്കിയത് പട്ടുമരക്കാരല്ലേ? അതെ. പക്ഷെ അങ്ങനെ ഒരു മാച്ച് ഉണ്ടാ? ഇല്ല. ചാലിയം കോട്ട ഉണ്ടാക്കിയത് ആരായിരിക്കും? നീനോ ഡി കുൻഹയുടെ കാലത്തായിരിക്കും. ഓക്കെ അല്ലെ? പക്ഷെ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത്? അല്ല. അങ്ങനെ ഒരു മാച്ച് ഉണ്ടാ? ഇല്ല. ഓക്കെ അല്ലെ? അപ്പൊ 3 തെറ്റാണോ? അതെ. ആഞ്ചലോ കോട്ട ഫ്രാൻസിസ്കോ അൽമഡയാണോ? അതെ. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1, 2, 4 ശരി. ഏതാണ്? 3 തെറ്റ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇനി പോർച്ചുഗീസ് എന്ത് ചെയ്യാൻ പോവാണ്? പതിക്കാൻ വേണ്ടി പോവാണ്. പതിക്കുക എന്ന് വെച്ചാൽ എന്താ? തകരാൻ വേണ്ടി പോവാണ്. എങ്ങനെയാ തകർന്നത്? മുംബൈ ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. എന്തിനാ കൊടുത്തത്? ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമനും പോർച്ചുഗൽ രാജാവിന്റെ ജോൺ 4-ാമന്റെ മകളായിട്ടുള്ള കാതറിനും കൂടി കല്യാണമാണ്. ഓക്കെ അല്ലേ? ബ്രാഗൻസിയിലെ കാതറിനും കൂടി കല്യാണമാണ്. അത് നമുക്കെന്താ പ്രശ്നം? കല്യാണമായ സ്ത്രീധനം കൊടുക്കണ്ടേ? കൊടുക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്താ സ്ത്രീധനം കൊടുത്തത്? ഇന്ത്യയിലെ ബോംബെ ആർക്ക് കൊടുത്ത്? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഒരു യുദ്ധവും ചെയ്യാതെ സിമ്പിൾ ആയിട്ട് ഇന്ത്യയിലെ ബോംബെ എന്ത് ചെയ്ത് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, കല്യാണം എവിടെ നടക്കുന്നത്? ഇംഗ്ലണ്ടില്. ഓക്കെ. ബോംബെ എവിടെ ഉള്ളത്? ഇന്ത്യയില്. ഇന്ത്യക്കാരോടാണെങ്കിൽ ആരുടെയും ചോദിച്ചിട്ടുണ്ടായിരുന്ന? ഇല്ല. നമ്മളൊരു ഒരു വാക്ക് കൂടി പറയാതെ, ഒരു വാക്ക് ഉരിയാടാതെ ബോംബെ എടുത്ത് ആർക്ക് കൊടുത്ത്? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. ആരാന്റെ സ്ഥലം ആരോ എന്ത് ചെയ്യുന്നത്? കൊടുക്കണം. ഓക്കെ അല്ലേ? കൊടുത്തത് എപ്പോഴാ? 1661 മെയ് 11. അങ്ങനെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബോംബെ പോയാ? പോയി.
1843 പോർച്ചുഗീസ് തലസ്ഥാനം എവിടേക്ക് മാറ്റി? പാനാജിയിലേക്ക് മാറ്റി. അതിനുശേഷം അവരുടെ ഭരണം എവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഗോവയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോ അവർ ഭരിച്ചു? 1961 വരെ അവരെവിടെ ഭരിച്ചു? ഗോവയിൽ ഭരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്? പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? ചോദിക്കുക. എക്സാമിന് എന്താ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുമ്പോ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഡൗട്ട് വരുന്നതിനേക്കാൾ നല്ലത് ഡൗട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എക്സാമിൽ പോയി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ടപ്പേ എന്ന് പറഞ്ഞ് ചെയ്യുന്നതായിരിക്കും എന്തുണ്ടാവുക? ബെറ്റർ ഉണ്ടാവുക. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക? ഡൗട്ട്സ് എല്ലാം ചോദിക്കുക. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണാം. കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ അല്ലേ?